നമസ്കാരം ട്ടാ. അമ്മ എന്ന സംഘടന കൊണ്ട് ആർക്കെങ്കിലും 10 പൈസയുടെ ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ? അവരിൽ തന്നെ പലർക്കും ഉപയോഗം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ അമ്മ എന്ന സംഘടന ഇവിടെ തകർന്നു പോയത് കൊണ്ട് ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാനില്ല. ഈ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞ് പരിഹരിച്ച് തീർക്കേണ്ടതിന് പകരം ഈ മാധ്യമങ്ങളിലൂടെ വന്ന് നാറിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ സംഘടനയുടെ നിലനിൽപ്പിനെ ബാധിച്ചിരിക്കുന്നു. ഈ സംഘടന പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയ ഒരു മാലാപാർവതി ഉണ്ടല്ലോ, ഇലക്ഷൻ മുമ്പും അതിനു മുമ്പുമുള്ള ഈ മാലാപാർവതിയുടെ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ തനി ഒരു അന്തം കമ്മിയാണെന്ന് മനസ്സിലാകും. അവരുടെ വിഷയം അവര് പറഞ്ഞ ആരോപണം എന്ന് പറയുന്നത് ശ്വേതാ മേനോൻ BJPക്ക് സ്ഥാനാർത്ഥിയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 15 കോടി രൂപ BJPയിൽ നിന്ന് വാങ്ങി എന്നതാണ് അവരുടെ ആരോപണം. ആ ആരോപണം ഉന്നയിച്ചാൽ മാത്രം പോരാ, അത് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ മാലാപാർവതി കാണിക്കണം. ചുമ്മാ അങ്ങ് ഐസ് കെട്ട് പെയിന്റ് അടിച്ചിട്ട് പോകും കണക്ക് അടിച്ചിട്ട് പോയാൽ പോരാ, അതിന് വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ കാണിക്കണം. ഒരു ഫോൺ സംഭാഷണം എടുത്തു വച്ചിട്ട് ഇങ്ങനെ പുകമറ സൃഷ്ടിച്ചിട്ട് പോയാൽ മാത്രം പോരാ. അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം, നിങ്ങൾ കോടതിയെ സമീപിക്കണം. അതാണ് വേണ്ടത്. നിങ്ങൾ തെളിയിക്ക്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ തെളിയിച്ച് കാണിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അമ്മ എന്ന സംഘടനയിൽ 2 ടീമുണ്ട്. അതായത് ഈ ബാബുരാജ് ടീം ഒരു വശം, ബാക്കിയുള്ള ടീം ഈ കുറേ സ്ത്രീകളടങ്ങുന്ന ഒരു ടീം. അതിൽ തന്നെ 2 പക്ഷമുണ്ട്. സ്ത്രീകളടങ്ങുന്ന ടീമിൽ 2 പക്ഷമുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാലാപാർവതി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ കടന്നുകയറ്റം ഇതിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലാണ് അവരുടെ സംഭാഷണം നടത്തിയത്. എന്താ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ സിനിമയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, കോൺഗ്രസ്സുകാർക്ക് മാത്രമേ സിനിമയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ? അവിടെ എന്താ BJPക്ക് അയിത്തമുണ്ടോ? അല്ലെങ്കിൽ അവരൊരു BJP അനുഭാവിയാണ്, BJPയിൽ അംഗത്വം എടുത്തിട്ടില്ല എന്ന് അഡ്വക്കേറ്റ് S. സുരേഷ് BJPയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു നരേന്ദ്രമോദിയുടെ ആരാധക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് കരുതി ഈ പറയുന്ന ശ്വേതാ മേനോനെയും BJPയും ഒക്കെ എടുത്തങ്ങിട്ട് അലക്കുക എന്ന് പറഞ്ഞത് ശരിയായ നടപടിയല്ല. BJP എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. BJPക്ക് അയിത്തമെന്നും പ്രഖ്യാപിക്കാനായിട്ട് ഈ മാലാപാർവതി അങ്ങ് വളർന്നിട്ടില്ല. തെറ്റാര് ചെയ്താലും ഏത് പാർട്ടിക്കാരൻ ചെയ്താലും ഞാൻ അവരെയൊക്കെ എന്റെ വീഡിയോകൾ വഴി പ്രതിഷേധം അറിയിക്കാറുണ്ട്. ഒരു പ്രസ്ഥാനത്തിനെതിരെ, ഏത് പ്രസ്ഥാനമായിക്കോട്ടെ, ഒരു പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കപ്പെടാനുള്ള ബാധ്യത കൂടി ആരോപണം ഉന്നയിക്കുന്ന ആളിനുണ്ട് എന്നുള്ള ബോധ്യം ഉന്നയിക്കുന്ന ആളിനുണ്ടാവണം.